ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കുന്നതായ ക്ലാസ് സംഗീതത്തെക്കുറിച്ചുള്ളതായ പ്രാരംഭ പാഠം. എന്താണ് സംഗീതം, അതിൻ്റെ നിർവചനങ്ങൾ, അതെങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതായ പാഠമാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. വാട്ട് ഈസ് മ്യൂസിക് എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനം ഇതാണ്: ദ റിതമിക് മൂവ്മെൻറ്റ് ഓഫ് സൗണ്ട്. താളാത്മകമായിരിക്കുന്ന ശബ്ദത്തിൻ്റെ ഗമനത്തിന് സ്വരഗതി സംഗീതം. സ്വരത്തിൻ്റെ ഗതി, ശബ്ദത്തിൻ്റെ മൂവ്മെൻറ്റ്, എങ്ങനെ താളാധിഷ്ഠിതമായിട്ട്. അപ്പോൾ മ്യൂസിക്കിന് നമുക്ക് വേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മ്യൂസിക്കിന്. ഒന്ന് സൗണ്ട്, രണ്ട് റിതം. ശബ്ദവും താളവും. ശബ്ദം എങ്ങനെയുണ്ടാകുന്നത്? ശബ്ദം എങ്ങനെയുണ്ടാകുന്നത്? വൈബ്രേഷൻ. ഒരു വസ്തു ചലിക്കുമ്പോൾ, എന്തെങ്കിലും മർദ്ദം കൊണ്ടൊരു വസ്തുവിൽ ഒരു പ്രഷർ വരുമ്പോൾ ആ വസ്തു ചലിക്കും. ആ വസ്തു ചലിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ളതായ വായു ചലിക്കും. ആ വായു വേവായിട്ടാണ് പോകുന്നത്. അത് ദൂരേക്ക് പോകുമ്പോൾ അതിൻ്റെ അളവ് നമുക്ക് കേൾക്കാതെ വരും. അടുത്തുള്ള കൂടുതൽ കേൾക്കാൻ കാരണമുണ്ട്. അടുത്താകുമ്പോൾ ആ വേവിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഒരു വസ്തു ചലിക്കുമ്പോൾ ഉണ്ടാകുന്നതായ വായുവിൽ ഉണ്ടാകുന്നതായ ചലനമാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ വൈബ്രേഷൻ അല്ലെങ്കിൽ സ്പന്ദനം എന്ന് പറയുന്നത്, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴറിയാം ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? പറഞ്ഞു. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അത് ഒരു വലിയ മണ്ണെടുത്ത് കുറെ ഗോളം പോലെയാക്കി, ഇത് ഭൂമി, കുറെ ഉണ്ടാക്കി, അവിടെ ഇത് ബുധൻ എന്ന് പറഞ്ഞുണ്ടാക്കുകയല്ല ചെയ്തത്. എല്ലാം ശൂന്യമായി കിടക്കുന്നതായ സമയത്ത് ദൈവം ആദ്യത്തെ ക്രിയേഷൻ നടത്തുന്നത് വെളിച്ചമാണ്. അപ്പൊ ഇരുളിന് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. കാണപ്പെടാൻ പറ്റിയത് വെളിച്ചം വന്നപ്പോഴാണ്. ആ വെളിച്ചം എന്ന് പറയുന്ന വലിയ പന്തം ഒരു എനർജി ബോംബായിട്ട് അതിൽ നിൽക്കുക, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ എന്ന് പറയുന്നതായ ആ മഹാഗോളം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ജ്വലിക്കുന്നതായ രണ്ട് എനർജി. എന്തൊക്കെ എനർജി? ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും. അപ്പൊ ഈ എനർജി ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന്. ആ വാക്കിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ സൃഷ്ടിയുടെ പിന്നിൽ നിൽക്കുന്നത് എന്താണ്? ശബ്ദം. ഇത് തന്നെയാണ് ഹൈന്ദവ മതത്തിലും ദിവ്യമായ ആ ശബ്ദത്തിൻ്റെ പേരാണ് ഓംകാരം എന്ന് പറയുന്നത്. ഓംകാരം അല്ലെങ്കിൽ പ്രണവം. അതായത് ദൈവികമായ ശബ്ദമാണ് ക്രിയേഷൻ്റെ പിന്നിൽ കിടക്കുന്നത്. അപ്പോൾ സംഗീതം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇന്ന് ചലനമുണ്ടായോ? അതാണ് സംഗീതത്തിൻ്റെ. പല മതങ്ങളും പല സംഗീത ശാസ്ത്രങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പം ഹൈന്ദവ ഇതിനകത്തുള്ളതായ പുരാണങ്ങൾ പറയുന്നുണ്ട്, സാമവേദാതീതം ഗീതം സംജഗ്രാഹ പിതാമഹസ്. ബ്രഹ്മാവ് സാമവേദം കടഞ്ഞെടുത്താണ് സംഗീതം ഉണ്ടാക്കിയത്. അതൊക്കെ നമ്മൾ ഇമാജിനേഷനിൽ പറയാം. ശാസ്ത്രീയമായിട്ട് അത് ശരിയല്ല. ശാസ്ത്രീയമായിട്ട് വരുമ്പോൾ മൂലകാരണം ശബ്ദമാണ്. മൂലാധാരം എന്ന് പറയുന്നത് ശബ്ദമാണ്. ഈ ശബ്ദം, ഒരു ശബ്ദം ഉണ്ടായാൽ അത് സംഗീതമായില്ല. അത് സംഗീതമാണെങ്കിൽ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം, മുന്നോട്ട് മൂവ് ചെയ്യണം. എങ്ങനെ? ഒരു ട്രെയിൻ പാളത്തിൽ കൂടി പോകുന്നത് പോലെയാണ്. താളത്തിൻ്റെ മുകളിൽ കൂടി ശബ്ദം ജനിക്കുമ്പോഴാണ് സംഗീതം ഉണ്ടാകുന്നത്. നമ്മളിവിടെ സമ്യക്കായ ഗീതം എന്നൊക്കെ പറയും. അത് തിയറി ശരിയല്ല. ഗീതം എന്ന് പറയുന്നതിന് വേറൊരു തിയറിയാണ്. ഇത് സ്വരഗതി സംഗീതം. സ്വരത്തിൻ്റെ ഗതിയാണ് സംഗീതം. ദ റിതമിക് മൂവ്മെൻറ്റ് ഓഫ് സൗണ്ട്. അതാണ് സംഗീതം എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സംഗീതമയമാണ്. അതെന്താ? താളാത്മകമായിട്ടാണ് ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗോളങ്ങളും കറങ്ങുന്നതിനൊരു പ്രത്യേക നിയമം ദൈവം വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ നിയമത്തിൽ കൂടി അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി കറങ്ങി ചുറ്റി വരുന്നതിന് 24 മണിക്കൂർ എന്നുള്ളതിന് യാതൊരു വ്യത്യാസമല്ല. അത് ഓട്ടോമാറ്റിക്കലി എത്രയോ യുഗങ്ങളായി കറങ്ങി തുടങ്ങുന്നതായത്
അത് അന്നത്തെ ദൈവത്തിൻ്റെ ആ ശബ്ദം. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം എന്ന് പറഞ്ഞ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? യോഹന്നാൻ ഈ വചനം എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏത് ദൈവത്തെക്കുറിച്ച്? നമ്മുടെ വിശ്വാസത്തിൽ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് 3 വ്യക്തിത്വങ്ങളാണ്. അതാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിൽ ആരെക്കുറിച്ചാണ്? ഈ സൃഷ്ടികർമ്മത്തെക്കുറിച്ച്. അത് വചനം എന്ന് പറയുന്ന ലോഗോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം എന്ന് പറഞ്ഞ പിതാവ് എന്ന് പറയുന്നു, പിതാവാണ്. ലോഗോസ് പുത്രനാണ്. അതുകൊണ്ടാണോ പറയുന്നത്? പുത്രനാണ്. പുത്രനിലാണ്, അതായത് അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ മുഖാന്തര സകലവും ഉളവായി. അപ്പോൾ ഈ വചനം, ഈ വാക്കുണ്ടായത് പുത്രനിൽ നിന്നായിരിക്കണം. പിതാവിൻ്റെ ഹിതം അത് പറയുന്നത് പുത്രനാണെങ്കിൽ ആ ശബ്ദം അത് വചനമായി, ജഡമായി, അത് യുഗത്തിൻ്റെ അവസാനത്തിൽ അത് മനുഷ്യനായി വന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവം തമ്പുരാന്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പ്രധാനമായ ആയുധം ശബ്ദമാണെങ്കിൽ ആ ശബ്ദമാണ് പ്രപഞ്ച ഗോളങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ, അതിന് വ്യത്യാസം വരികയില്ല ആ മൂവ്മെൻറ്റിന്, വൈബ്രേഷന്. അതുകൊണ്ട് മ്യൂസിക്കിൻ്റെ ആരംഭം എന്ന് പറയുന്നത് എന്ന് ചലനം തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ സംഗീതം. താളാത്മകമായിട്ടാണ് ഇതെല്ലാം കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കുക. ദൈവം സൃഷ്ടിച്ച സർവ്വജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും സംഗീതമുണ്ട്. അപ്പൊ ഇനി സംഗീതത്തിന് എന്താ വേണ്ടത്? ശബ്ദവും ഋതവും. എന്നാൽ സോങ് എന്ന് പറയുന്നത് വേറെയാണ്. പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ വെളിച്ചത്തിൽ ഒരു നിർവചനം പറഞ്ഞേ. എന്താ പാട്ടെന്ന് പറഞ്ഞാല്? ഇതിനൊരു നിർവചനം കൊടുത്തു. എപ്പോഴാണ് പാട്ടുണ്ടാകുന്നത്? സൗണ്ട് ചിട്ടയായിട്ട് പാടുമ്പോൾ. ഇങ്ങനെ സൗണ്ട് ചിട്ടയായിട്ട് പാടുമ്പോൾ പാട്ടുണ്ടാകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ശബ്ദവും ഋതവും ഉള്ളത്. മ്യൂസിക് പ്ലസ് ലിറിക്സ്, വാക്കുകൾ വേണം, സാഹിത്യം വേണം. സാഹിത്യത്തിൽ കൂടി സംഗീതം കടന്നു പോകുമ്പോഴുള്ളതാണ് പാട്ട്. അപ്പൊ സംഗീതവും മ്യൂസിക്കും രണ്ടാ. സംഗീതത്തിന് വാക്ക് ആവശ്യമില്ല, സ്വരത്തിന്റെ ഗതിയാണ് ആവശ്യം. പക്ഷെ പാട്ടാവണമെങ്കിൽ എന്ത് വേണം? വാക്കുകൾ വേണം, വാക്കുകളിൽ കൂടി പോകണം. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ളതായ പ്രപഞ്ച സംഗീതം, മ്യൂസിക് ഓഫ് ദി സ്പിയർ അല്ലെങ്കിൽ കോസ്മിക് മ്യൂസിക് എന്ന് പറയുന്നതിനകത്ത് സാഹിത്യം വേണമെന്നില്ല. ഓരോ ഗോളങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന റിതമുണ്ട്, അത് കറങ്ങുമ്പോഴുള്ളതായ വൈബ്രേഷൻ ആകുന്നതായ സംഗീതമുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കേ, ഇത് രസമാണ്. ഇവിടെ ജീവജാലങ്ങൾ സോളോ പാടുന്നവരുണ്ട്, ഗ്രൂപ്പായിട്ട് പാടുന്നവരുണ്ട്. സോളോ സിംഗിങ്, ഗ്രൂപ്പ് സിംഗിങ് എല്ലാം നമുക്കിവിടെ കേൾക്കാം. അല്ലെ, നല്ല സിംഫണി ഉണ്ട്. ഇവിടെ ഈ സമയത്ത് അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയി ചെവി ഒന്ന് പിടിച്ചാൽ കേൾക്കാം ചീവീടുകളുടെ സംഗീതം. നല്ല കോറൽ സിംഗിങ് ആണ്. 5 നിങ്ങൾക്ക് ചിരി വരുന്നു, എനിക്ക് ചിരിയല്ല, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ചീവീടുകളുടെ സംഗീതം പോലെ ഇത്തിരി കോറൽ സിംഗിങ് രസമാണ്. അവരുടെ പാടുന്ന 5 സ്വരങ്ങൾ മനുഷ്യൻ പാടുന്നതിനേക്കാൾ എവിടെയോ ഒരു കണ്ടക്ടർ നിന്ന് കണ്ടക്ട് ചെയ്യുന്ന ഈ മരത്തിൽ ആ മരത്തിലിരിക്കുന്ന 5000 ചീവീടുകൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പാടി രസിക്കുകയാണ് അവർ. നമുക്കത് കേൾക്കാം. എപ്പോഴും ആ ഒരു സംഗീതം ഈ സിനിമയിലെ പശ്ചാത്തല സംഗീതം പോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിന്, അല്ലേ, സിനിമയിൽ പശ്ചാത്തല സംഗീതം വരുമ്പോഴാണ് അതിന് നമുക്ക് ഫീൽ വരുന്നു. കള്ളം തക്കാൻ പോകുമ്പോൾ അതിന് പറ്റിയ മ്യൂസിക് കൊടുക്കുന്നു, സ്റ്റണ്ട് ഉണ്ടാകുമ്പോൾ അതിന് പറ്റിയ എരിവിരി കൊടുക്കുന്ന മ്യൂസിക് ഉണ്ടാകുന്നു. എപ്പോഴും ആ പശ്ചാത്തല സംഗീതം തള്ളുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ ഈ സംഗീതമാണ് നമുക്ക് ജീവിക്കാനുള്ളതായ പ്രേരണ. നമ്മൾ അറിയാതെ തന്നെ ഒരു മരുഭൂമി ചെന്ന് അവിടെ സംഗീതമില്ല, നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു ഊഷരമായിരിക്കുന്ന ഒരു ഭൂമി എവിടെ ഒന്നുമില്ല. പക്ഷേ പ്രകൃതി സുന്ദരമായി ഇവിടെയെല്ലാം കാണുന്നത്. ഇവിടെ തന്നെ ചെവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചീവീട്ടിൻ്റെ ഒരു ഇരമ്പൽ കേട്ടുകൊണ്ടിരിക്കാം. അന്ന് കിഴക്കൻ മലകളിലേക്ക് പോയാൽ ഇത് തന്നെ വനങ്ങളിൽ നിന്ന് കേൾക്കുന്ന മനോഹര സംഗീതം. ഈ പക്ഷികളുടെ ഇതിനകത്ത് നോക്കി കുയിൽ പാടില്ല, ആലപിക്കും. പാട്ടെന്ന് പറഞ്ഞാൽ സാഹിത്യം വേണം, അത് പാട്ടല്ല, ആലാപനം. കുയിൽ സോളോയിസ്റ്റാണ്.
പുള്ളിയുടെ രണ്ടുപേരിരുന്ന് പാടിയാൽ ശരിയാകില്ല. ഒരാൾക്കിരുന്ന് പാടും, കൂന്ന് പറഞ്ഞ് പുള്ളി അത് സുന്ദരമായിട്ടിരുന്ന് പാടും. അത് സോളോ സംഗീതമാണ്. പുള്ളി ഗ്രൂപ്പിൻ്റെ കൂടെ വരാൻ പുള്ളിക്ക് സാധിക്കുകയില്ല. നീ അപ്പുറത്ത് പോയാൽ നമ്മുടെ നെടുമുടി ഭാഗത്തേക്ക് വരുന്ന മാക്രികളുടെ സുന്ദര സിംഫണി. മാക്രി കുട്ടികൾ പാടുന്ന കണ്ടിട്ടില്ലേ? കുഞ്ഞു മാക്രി അതിനേക്കാൾ വലിയ പാക്കയും ബാസിലും ബോ 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 ക്രോം ക്രീം നല്ല രസം. മഴ പെയ്യുന്ന സമയത്ത് അവരിങ്ങനെ ആലപിക്കുന്ന മനോഹര സംഗീതം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കേൾക്കാം. ഇവിടെ ഒരു കാക്ക, അപ്പുറത്തൊരു കുയില്, അപ്പുറത്തൊരു മൈന, ഇങ്ങനെ ഇപ്പുറത്തൊരു പ്രാവ് കുറവ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നേച്ചർ. ഇത് സിംഫണി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സിംഫണിയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. മുഴുവൻ നോക്കുന്നതെല്ലാം സിംഫണിയാണ്. അപ്പൊ ഇതാണ് സംഗീതം. ഈ സംഗീതം ആരംഭിച്ച് അത് ഈ യുഗം വരെ പോകുന്നതിന് തിയറി എല്ലാം ഒന്നാണ്. ശബ്ദവും ലിറിക്സും നമുക്കിവിടെ ആവശ്യമാണ്.